ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ. അൽഹംദുലില്ലാ ഞാനും റാഹത്തൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും നല്ലൊരു അടിപൊളി കറീൻ്റെ റെസിപ്പി ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ നുള്ളി പറിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പച്ചമുളക് പറിച്ചപ്പോൾ ഒരു ഇല അടുക്കം പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ, ഇനിയിപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികവും ഞാൻ ഉച്ചക്ക് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് നമ്മളെ പറമ്പിൽ കൂടെ നമ്മളെ ചട്ടിക്കൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട എന്തെങ്കിലും കായ്ക്കനികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്നുള്ളി പറിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ, അതും കൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം കേട്ടോ. കുറേ ഒന്നും വേണ്ട, എന്തെങ്കിലും കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചമുളകാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചട്ടിയിലൊക്കെ ഒരുപാട് വള്ളി മുളച്ച് കിട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയാം, നമ്മളെ ഷമാമില്ലേ, നമ്മൾ റംസാൻ ഒരുപാട് ഷമാമ വാങ്ങിനല്ലോ. അപ്പോൾ അതിങ്ങനെ നമ്മളെ ചട്ടിയിൽ കൊണ്ടിട്ടിട്ട് ഇത് മുളച്ച് വന്നതാട്ടോ. പക്ഷെ ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അടിപൊളി ചക്ക കിട്ടിയിരിക്കുന്നു. അതൊക്കെ ഒന്ന് ഇരിഞ്ഞിട്ടിട്ട് നല്ലൊരു റെസിപ്പി എന്തെങ്കിലും ഉണ്ടാക്കണം. ടൈം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് പച്ചമുളകൊക്കെ പറിച്ച് അടുക്കളയിലൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ അരി ഇടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ക്ലാസ്സിന് അരിയാനുണ്ടൽ നമ്മൾ 4 ആളുണ്ട്. 4 ആൾക്ക് തന്നെ ധാരാളമാണ് കേട്ടോ. എപ്പോഴും ബാക്കിയാണ് ചോറ്. അപ്പോൾ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കഴുകി മാറ്റും കേട്ടോ. അപ്പോൾ റംസാനൊക്കെ കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ പച്ചക്കറി തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കൽ. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാതെ നമ്മളെ മക്കൾക്കുണ്ടല്ലോ, നമ്മളെപ്പോഴും വീട്ടിൽ പച്ചക്കറി തന്നെ ആക്കിക്കൊള്ളണം. നോല എന്തെങ്കിലുമൊക്കെ എത്തിരിയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറേ പച്ചക്കറിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒക്കെ വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞാലുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. മീൻകറി വെക്കാനായിട്ട് അറിയാത്തപോലെ ആരാ പിള്ളയിൽ, എന്നാലും നല്ലൊരു അടവ് മീൻ കറി എങ്ങനെ വെക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മളവിടെ അടവ് നട്ടതിന് പറയൽ, ഇനി വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു 1.5 തക്കാളി ഇട്ട് ചെറുതാക്കി നമ്മൾ ആ ചട്ടിയിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ ഇട്ട് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ നമ്മളെ അടുക്കളയിലെ കുഞ്ഞു കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും വീഡിയോ എടുക്കാനില്ല കേട്ടോ. എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോ, അതുപോലെ എന്തെങ്കിലും നമ്മൾ അടുക്കളയിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ ഇന്ന് നല്ലൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടോ. അപ്പോൾ നല്ലൊരു ചെനപ്പുള്ള മാങ്ങ കിട്ടിയത്, പക്ഷേ നല്ല പുളിപ്പുണ്ട് കേട്ടോ. പക്ഷേ തിന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കറിയിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല പുളിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതും കിടക്കട്ടെ കറിയിലല്ലേ. അപ്പോൾ നമ്മൾ മാങ്ങ സീസണൊക്കെ ആകുമ്പോൾ അധികം വാളംപുളി അങ്ങനെ ഉപയോഗിക്കൂലല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ, വാളംപുളി അങ്ങനെ ഉപയോഗിക്കില്ല. ഇരുമ്പിൻപുളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ അധികം ചെയ്യൽ. അപ്പോൾ ഒരുപാട് കളിയാക്കലും നമ്മളെ വീഡിയോ കണ്ടിട്ട് കളിയാക്കുന്നവരുണ്ട്. അത് പോകണം, എന്താ പറയുക, നിങ്ങൾക്ക് ഇതുവരെ പൈസ കിട്ടിയില്ലേ, എത്ര വീഡിയോ ഇട്ട് എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓല ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്താൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവും. നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇതിന് എത്രത്തോളം പ്രയാസമുണ്ട് എന്നുള്ളതിലെ. അപ്പോൾ എന്തായാലും കറിയിലേക്ക് ഇതാ 2 പച്ചമുളകും തക്കാളിയും മാങ്ങ ഇട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്നവിടെ കുഴച്ച് മാറ്റി വെക്കട്ടോ കുറച്ച് സമയം. അപ്പോഴേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരകലും അരക്കലും ഒക്കെ നോക്കണേ. അപ്പോൾ തേങ്ങ എന്തിനാണ് ഇങ്ങനെ കഴുകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. നമ്മൾ തേങ്ങ പൊതിച്ച് കൊണ്ടുവന്നതിന് ശേഷം എന്താക്കുക, ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലോണം അമർത്തി ടേപ്പ് തുറന്നിട്ടിട്ട് ഒന്നിങ്ങനെ ഒരുതി കഴുകിയാൽ നമ്മൾ തേങ്ങ ചിരകുമ്പോൾ ഒരു ചോറ് തൊയ്യൂലേ, അതൊന്നും തൊയ്ഞ്ഞ് നമ്മൾ തേങ്ങ ഇങ്ങനെ അതൊന്നും ഇങ്ങനെ പെറുക്കി കളയണ്ട, നമ്മളതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇവിടെ അങ്ങനെയാണ് ചെയ്യൽ. ചിലപ്പോൾ മോനൊക്കെ ചിരകുമ്പം പിന്നെ അതിനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. പൂര് പെട്ടെന്ന് ചിരകി വെക്കും. പിന്നെ നമുക്ക് ചിരകേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ പെറുക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഓൻ എക്സാം ആയതുകൊണ്ട് ഓനൊന്ന് ഒന്നും ചെരുകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. മുമ്പ് പെട്ടെന്ന് പോയി എന്തായാലും എക്സാമിലൊക്കെ ജയിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് ചെരുകുന്നത്. അപ്പോൾ എത്രയോ ആയിട്ടോ നല്ലൊരു തേങ്ങാവെള്ളമുള്ള തേങ്ങ കിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് തേങ്ങാവെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനൊക്കെ ബിസ്മിൻ ചൊല്ലി കുടിച്ചിട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരകി നമ്മൾ സൂപ്പർ കറി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇതിന് അടവ് എന്നാണ് പറയൽ. ഇതിന് അധികം മുള്ളൊന്നും ഉണ്ടാവില്ല, മുറിക്കാനൊക്കെ സിമ്പിളാണ്. അപ്പോൾ മുറിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ എന്നോട് എടുക്കാൻ മറന്നു കേട്ടോ. അങ്ങനെയല്ല, വീഡിയോ എടുക്കാനിപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ, എഡിറ്റ് ചെയ്യാനും മടിയാണ്. എന്തായാലും നമ്മളിപ്പോൾ എവിടെ എത്താത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് നിർത്തിപ്പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ വീഡിയോ തുടരെ ഇടട്ടെ എന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിരിക്കണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വോയിസ് അപ്പോൾ ഒന്നും കൂടെ കേട്ട് നോക്കണം. അപ്പോൾ അതായത് കറിയിലേക്ക് വേണ്ടിയിട്ട് ഇതാ മിക്സിയിലെ ജാറെടുത്ത് ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ നമ്മൾ കറിയിലേക്ക് എത്രത്തോളം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അത് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പേര് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി കറി കേട്ടോ. ഇങ്ങനെ നമ്മൾ തേങ്ങയിൽ ഒന്നിങ്ങനെ ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇനി അതെല്ലാം ഒന്ന് ചൂടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പറയില്ല, നല്ല ടേസ്റ്റുള്ള കറിയേനെ. അപ്പോൾ അത് നല്ലോണം ഫൈനാക്കി അടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നല്ലോണം നോക്കി പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ കറി നല്ലോണം കുറച്ച് വെള്ളം കൂട്ടി വെക്കട്ടോ. എന്നിട്ട് ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അടവ് മീൻ എന്ന് പറയുന്ന മീന് തീരെ വേവുണ്ടാവില്ല കേട്ടോ. വേവില്ലാത്ത മീനാണ്, ഒന്ന് തിളച്ചാൽ മാത്രം മതി. മാന്തള മീനൊക്കെ കറി വെക്കണം പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ലൈക്കായാലും 2 ലൈക്കായാലും 10 ലൈക്കായാലും നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യുന്നതിന്. അപ്പോൾ അതാ പച്ചക്കറികളൊക്കെ ചെറുതാക്കി ഞാൻ അരിഞ്ഞവിടെ വെച്ചിരിക്കണ ചേനയുണ്ട്, പയറുണ്ട്, എല്ലാ പച്ചക്കറികളും കുറച്ച് വെച്ചെടുത്തതാട്ടോ. അപ്പോൾ പരിപ്പിട്ടിട്ട് മഞ്ഞക്കറിയാക്കി വെച്ചാൽ ഇവിടെ അത്ര ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ ഇഷ്ടമില്ലാത്തത്. അപ്പം പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും അവിയലാക്കേ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നല്ലോണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മളെ വറ്റൽമുളകും ഒക്കെ ഇട്ട് നല്ലൊരു വറവ് അങ്ങോട്ട് ചെയ്താലും നമുക്ക് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വെച്ചാൽ കുറച്ച് ചോറ് എടുത്താൽ മതി കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെച്ചാൽ അപ്പം നമ്മൾ അടവ് മീൻ പൊരിച്ചാലോ എന്ന് ആദ്യം ഒരു മനസ്സിൽ ശങ്കവിഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെച്ച് പൊരിക്കണ്ട, കറി വെക്കുക. കറി വെച്ചത് കൂട്ടിട്ട് എല്ലാവരും അല്ലേ. അപ്പോൾ നല്ല അടിപൊളി കറി ഇവിടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് കുറച്ച് വറുത്ത ഉലുവാപ്പൊടി ഇല്ലേ അതിട്ട് കൊടുത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പം ബാക്കി മീൻ വേവ് ചട്ടിയിൽ തന്നെ അങ്ങ് വെന്തോളും. പിന്നെ കയ്യിലിട്ട് അധികം ഉടച്ചാൽ നമ്മളെ മീനൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പം മാങ്ങയൊക്കെ കറക്റ്റ് വേവാൻ കേട്ടോ. മാങ്ങ ഒന്നും അരിഞ്ഞേ പറ്റില്ല. പിന്നെ മാങ്ങ എന്ന് വെച്ചാൽ ചേലം മാങ്ങ കേട്ടോ. അത് അത്ര അങ്ങോട്ട് അരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഒന്നരാടനെങ്കിലും വീഡിയോ ഇടട്ടല്ലേ. ഇടാണ്ട് ഇപ്പോൾ എന്തൊരു രക്ഷയില്ല കേട്ടോ. വീഡിയോ കാണലൊക്കെ വ്യൂസൊക്കെ വളരെ കുറവാണ്. കുഴപ്പമില്ല അല്ലേ. ഒരാളോ 2 ആളോ തീർത്തും കണ്ടല്ലോ നമുക്ക് അതന്നെ സന്തോഷം. അപ്പോൾ നമ്മളെ കത്തുന്ന അടപ്പ് മാറ്റി നമ്മളെ കറിയൊക്കെ ഒന്നിട്ട് ഒഴിവാക്കിയതിന് ശേഷം അത് ആദ്യം ചേനട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിലുള്ള പോലെ കേട്ടോ. പക്ഷേ ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് കനല്ലാതെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ചേന വേവിച്ചെടുക്കുക. പിന്നെ എല്ലാ പച്ചക്കറികളും വേവിച്ചെടുത്തിട്ട് വറവ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് വെണ്ടയും തക്കാളിയും എല്ലാം കൂടെ എരിവില്ലാണ്ട് കുറച്ച് വെള്ളമില്ലാതെ ഒന്ന് വറ്റിച്ച് മുളക് ഇടണം. കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഫുഡ് വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ഒരുപാട് ക്ലീനിങ്ങിൻ്റെ പണിയുണ്ട്. അപ്പോൾ നമ്മളിതാ 12 മണിയായപ്പോഴൊക്കെ തന്നെ ചോറൊക്കെ ആയപ്പോൾ വേഗം ആ ചൂടോടൊക്കെ തന്നെ പച്ചക്കറിയും കൂട്ടിയൊക്കെ ചോറ് തന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പച്ചക്കറി ഉള്ളതുകൊണ്ട് കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ കുറച്ചധികം ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ മുളക് വറ്റിച്ചതും നമ്മളെ പച്ചക്കറിയും അടവ് മീൻ കറിയും ഒക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസം കേട്ടോ. ഒന്ന് അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യലല്ല കഴിയണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.